ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഇന്നിപ്പോൾ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്നുള്ള കാര്യം. നമ്മൾ അന്നേ പറഞ്ഞു ഇതൊരു പപ്പടം ചുട്ടെടുക്കുന്ന പോലത്തെ പരിപാടിയല്ല, സൈനിക നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിൽ വെടിക്കെട്ട് നടത്തുന്ന പോലെയല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനതിൻ്റേതായിട്ടുള്ള സമയവും ആലോചനയും ഒക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് നമ്മൾ പറയുകയും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളത് കണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ ആർമി അവിടെ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് ചെയ്തതെന്ന് അറിയുന്നു. മറ്റുള്ള എല്ലാ ഫോഴ്സസും അതിനകത്ത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം അഭിമാനം തോന്നുന്നൊരു നിമിഷം. കാരണം ടെററിസ്റ്റുകളുടെ കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ റൺ ബട്ട് ദേ ക്യാനോട്ട് ഹൈഡ് എന്ന് പറയുന്നൊരു വിഷയം. നമ്മുടെ രാജ്യത്ത് കടന്നു വന്നുകൊണ്ട് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ട് അങ്ങ് ഒളിച്ചിരിക്കാം അല്ലെങ്കിൽ അങ്ങ് മുങ്ങാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളൊരു ശക്തമായ താക്കീത്. അതും പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു വളരെ നൂതനമായ ഒരു രീതി, അല്ലെങ്കിൽ ആധുനിക ഒരു വാർഫെയർ രംഗത്ത് നമ്മൾ കാണുന്ന ഒരു വളരെ മികച്ച രീതി. ഇസ്രായേലൊക്കെ അത് ചെയ്യുന്നത് നമ്മളിപ്പോഴും നമ്മൾ പറയാറുണ്ട്. വളരെ ഭാരം കൂടിയ മിസൈലുകളോ മറ്റതോ ഉപയോഗിക്കുന്നതിന് പകരം കുറഞ്ഞത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വരെ അവരത് ചെയ്യുന്നു. 15 കിലോ ഒക്കെ ഭാരമുള്ള ബോംബ് വർഷിച്ചുകൊണ്ട് 1-2 ബോംബ് ഇട്ടുകൊണ്ട് തീവ്രവാദികളെ തീർക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ മികച്ച ആയുധങ്ങളാണെന്നൊക്കെ അറിയുന്നു. എന്തായാലും ലക്ഷ്യമൊന്നാണ്, തീവ്രവാദികളെ വെറുതെ വിടില്ല എന്നുള്ളതാണ് ആ ലക്ഷ്യം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഓർത്തെടുക്കണം, മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. തീവ്രവാദത്തോട് നമ്മൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം. പിന്നെ അതുകൂടാതെ ഇത്തരം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു രീതി അത് നമ്മളിവിടെ കാണുന്നു. രാഹുൽ ഗാന്ധിയൊക്കെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഇന്ത്യൻ ആർമിയെക്കുറിച്ച്, നമ്മുടെ ഫോഴ്സസിനെ കുറിച്ചൊക്കെ വലിയൊരു അഭിമാനം തോന്നുന്നു എന്ന് വരെ അദ്ദേഹം കുറിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നല്ല ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്കും അത് തോന്നുന്നത്. കാരണം മുന്നേ ഇപ്പോൾ പത്താൻകോട്ട് അല്ലെങ്കിൽ മറ്റ് പുൽവാമ അറ്റാക്കൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റിക്കളയുന്ന കാര്യം. അതുകൂടാതെ തെളിവ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്, അതുപോലെ മറ്റ് പല രീതിയിൽ അതിനെ കളിയാക്കുന്നതും അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നതൊക്കെ നമ്മളിവിടെ കണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു കോമൺ ത്രെട്ട് എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കാണാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഒരുമയുടെ ഒരു അവസരമായിട്ട് നമ്മളിതിനെ കാണുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അതൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പഹൽഗാം നടത്തിയത് എന്നുള്ളത്, അത് ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കാനാണോ, സമാധാനം തകർക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള പല ചർച്ചകൾ ഇവിടെ നടക്കുന്നു. നമ്മൾ പറയുന്നത് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പം നമ്മളത് പറയുന്നില്ല, പ്രസക്തമല്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഇതുപോലെ കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം നമുക്ക് ആ കാരണത്തെയും അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് കാണുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരാതി തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചില ദഅവ ഗ്യാങ്ങുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന്. അതിനി അധികം വൈകാതെ ഇന്ത്യയിലേക്കും അത് പടരും. നമ്മളുടെ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളും ഇനി അതിലേക്ക് വരാൻ കിടക്കുകയാണ്. കാരണം അവർ പറയുമ്പോൾ എന്താ, ഇത് ഇസ്ലാമിന് വേണ്ടിയിട്ട് നിൽക്കണം, അള്ളാഹു പാകിസ്ഥാനെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരെയാണ് ദഅവ ഗാങ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം അവർ മോദിയെ ഇക്വേറ്റ് ചെയ്യുന്നത് നെതന്യാഹുമായിട്ടാണ്. നിങ്ങൾ മോദിയെ നെതന്യാഹുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് നെതന്യാഹുവിനെ മോദിയുമായിട്ടും നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം അവിടെ പൊന്തി വരികയാണ്. എന്താണത്? മോദി എന്താണ് ചെയ്തത് എന്നുള്ളത് ഇന്ത്യക്കാർക്ക് അറിയാം, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കറിയാം. ഇന്ത്യൻ മുസ്ലിം ഓരോരുത്തരും പറയും ഇത് നമ്മളുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് ചെയ്ത തീവ്രവാദത്തിനെതിരെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് ഇന്ത്യൻ മുസ്ലിമിന് പറയാൻ സാധിക്കുമെന്നിരിക്കെ അത് നെതന്യാഹു ചെയ്തതിനോട് നിങ്ങൾ ഉപമിക്കുമ്പോൾ നിങ്ങൾ നെതന്യാഹുവിന് കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണത്? അത് ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ഹമാസ് ഭീകരവാദികൾ നടത്തിയ ആ അക്രമത്തിൻ്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണമാണ് സത്യത്തിൽ ഇസ്രായേൽ നടത്തിയത് എന്ന് നിങ്ങൾ
പറയാതെ പറയുകയോ അല്ലെങ്കിൽ അത് സമ്മതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക്, ഇത്ര നാൾ മനസ്സിലാകാത്ത ആളുകൾക്ക് അത് മനസ്സിലാകാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്നത്. സോ അങ്ങനെ വിവിധ തലത്തിലേക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു വിഷയമായിട്ട് ഇത് മാറുന്നു. ഇത് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിട്ട് മാറുന്നു. ഇതുപോലെ വിഷയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം ഇത് കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം അതിനോട് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വ്യാപകമായ സിവിലിയൻസിനെ കൊന്നൊടുക്കുന്ന ഒരു യുദ്ധമല്ല ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ട് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ച് സിവിലിയൻസിന് നേർക്ക് നടത്തിയിട്ടുള്ള ആ അറ്റാക്ക് ഒരു വശത്ത് നിൽക്കുമ്പോൾ, ഇന്ത്യ ചെയ്തത് തീവ്രവാദികളുടെ കൂട്ടിൽ പോയിട്ട്, അവരുടെ മടയിൽ പോയിട്ട് അവിടെ തെരഞ്ഞു പിടിച്ച് പിൻ പോയിൻ്റ് ചെയ്ത് പ്രിസൈസ് അറ്റാക്ക് നടത്തിക്കൊണ്ട് തീവ്രവാദികളെ മാത്രം തീർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വ്യത്യാസമുണ്ട്. നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ റെസ്പോൺസാണ്. നമ്മുടെ അഖണ്ഡതയിലേക്ക് കടന്നു വന്നുകൊണ്ട് നടത്തിയ ഒരു തീവ്രവാദത്തിനെതിരെയുള്ള റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അത് തീവ്രവാദികൾക്കെതിരെയാണ് അത് ചെയ്യുന്നത്. അത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് പാകിസ്ഥാൻ ജനതയ്ക്ക് നേരെയുള്ള ഒരു അക്രമമായിട്ട്, ഒരു സിവിലിയൻസിന് നേരെയുള്ള ഒരു അക്രമമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അവിടെ ആ ഒരു മോറൽ ഇക്വലൻസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് പാളിപ്പോകും എന്നും കൂടിയാണ് ഈ ദാവ ഗാങ്ങിലുള്ള ആളുകളോട് പറയാനുള്ളത്. നിങ്ങളവിടെ തീവ്രവാദികളെ കൊല്ലുന്നത് കണ്ടിട്ട് ജനോസൈഡാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ഇന്നസെൻറ്റ് പീപ്പിൾ എന്നൊക്കെ പറയുന്നത് കണ്ടു. തീവ്രവാദികൾ ഇന്നസെൻ്റ് അല്ല. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ ഇന്നസെൻ്റ് അല്ല. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടെററൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് മതത്തെ അവർ കൂട്ടുപിടിക്കുന്നു, ഇസ്ലാമിനെ അവർ കൂട്ടുപിടിക്കുന്നു. അവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് ജനോസൈഡ് അല്ല. അവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് വി ആർ എലിമിനേറ്റിംഗ് ദ കൾപ്രിറ്റ്സ്, അല്ലെങ്കിൽ വി ആർ എലിമിനേറ്റിംഗ് ദ വൈറസ് എന്ന് തന്നെ നമുക്ക് പറയാം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഹാർപിക് എന്ന് പറയാറുണ്ടല്ലോ, ഹാർപിക് ഒഴിച്ച് നമ്മൾ എന്താണോ വൈറസിനെ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ചില അവസരങ്ങളിൽ ചില 6-ാം നൂറ്റാണ്ടിലെ പച്ച വൈറസുകൾക്ക് പ്രത്യേകിച്ചും ഹാർപിക് വളരെ മികച്ച ഔഷധമാണ് എന്നുള്ളതും കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ആത്മാഭിമാനം, നമ്മളുടെ തല നമുക്ക് ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടിത് മാറുമ്പോൾ അതിലുള്ള ആ ഒരു അഭിമാനം പങ്കുവെച്ചുകൊണ്ട്, അതോടൊപ്പം ഇതിലെ പേര് എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ആകർഷിച്ചൊരു കാര്യമാണ്. കാരണം അവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ തീവ്രവാദികൾ കടന്നു വന്നുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നെ കൊല്ലുന്നില്ല എന്ന് ആ സ്ത്രീകൾ ചോദിക്കുമ്പോൾ ആ സ്ത്രീകൾ പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിനെ കൊന്നിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ സ്ത്രീ ചോദിക്കുമ്പോൾ സ്ത്രീയോട് പറയുന്നത്, നിങ്ങൾ പോയി മോഡിയോട് പറ എന്ന് പറയുന്നത്. മോഡിയോട് പറഞ്ഞു അവർ. മോദി ആ ഒരു പകരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ച്. അവിടെ അതിന് പേരിട്ടിരിക്കുന്നത് സിന്ദൂർ എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ ഭർത്താക്കന്മാരെയാണോ കൊന്നത്, അങ്ങനെ കൊല്ലുന്നത് വഴി ഏത് സ്ത്രീകളുടെ സിന്ദൂരമാണോ മായ്ക്കപ്പെട്ടത്, ആ സിന്ദൂരം അത് വെച്ച് തന്നെ ഇതിന് മറുപടി പറയുന്ന ഒരു അവസ്ഥ കൂടി വരുമ്പോൾ, ഇതിനൊരു കാവ്യാത്മകത കൂടി വരുന്നു എന്ന് കാണുമ്പോൾ എത്രമാത്രം ആലോചനയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നും കൂടി ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഗദ്ഗതം വന്നു പോകുന്നു എന്നും കൂടി വേണമെങ്കിൽ പറയാൻ വാക്കുകൾ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് ദേശസ്നേഹമാണോ ഇത് കൂടുതൽ ഉണ്ടാകുന്നത്, അതോ ജീവിക്കാനുള്ള നമുക്ക് കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ത്വരയാണോ നമുക്ക് ഉണ്ടാകുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തു തന്നെയായാലും വളരെ പോസിറ്റീവായിട്ട് ഉള്ളൊരു എഫക്റ്റാണ് നമുക്കിത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് കൂടുതൽ ആൾനാശമൊന്നുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ സിവിലിയൻസിന് പരിക്കുകളില്ലാതെ, എന്നാൽ തീവ്രവാദികൾ ഒരെണ്ണത്തിന് പോലും വെറുതെ വിടാതെ, വിടരുത് എന്ന ആ ഒരു തീരുമാനത്തിനൊപ്പം തന്നെയാണ് നമ്മൾ ഇവിടെ ഉള്ളത്. തീവ്രവാദികൾക്ക് ഒരു തരത്തിലും ഒളിക്കാനുള്ള ഒരു അവസരം ഇന്ത്യ കൊടുക്കില്ല. അതിനിപ്പോൾ ഏത് കൊലകൊമ്പൻ തീവ്രവാദി ആയാലും ശരി, ഹാഫിസ് സയ്യിദ് ആയാലും ശരി എന്നാണ് പറയാനുള്ളത്. ഏതായാലും ഇത് നടക്കുന്നതിൻ്റെ ഇടയിലും ഇൻ്റർനാഷണൽ ദാവ ഗ്യാങ് ഇപ്പോൾ തന്നെ നെതന്യാഹുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ഇത് ജനോസൈഡാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ എൻ്റെ ഭയം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ ഈ ഒരു പിടിയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവർ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന തീവ്രവാദി കൊല്ലപ്പെട്ടാൽ മയ്യത്ത് വരെ നിസ്കരിച്ചെന്ന് വരും. അവർ പാകിസ്ഥാനിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്നവരായിട്ട് വരും. മനുഷ്യസ്നേഹം ഇപ്പോൾ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. കാരണം നമ്മൾ പ്രതികരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനത്തോടാണ്. തീവ്രവാദം എന്ന് പറയുന്നത്, ടെററിസം എന്ന് പറയുന്നത് ഇന്ത്യയെ ഏറ്റവും വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്, ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിൻ്റെ നേർക്ക് അയൺ ഫിസ്റ്റ് അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. അവിടെ മാനവികത പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ഇറ്റ്സ് അവർ ലൈഫ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ലോകം നിങ്ങളെടുത്ത് നോക്കുക, പല രാജ്യങ്ങളും ഇന്ന് കുട്ടിച്ചോറായിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വിഷയത്തിൽ അവർ തീരുമാനങ്ങൾ എടുക്കാൻ മടിച്ചതിൻ്റെ പേരിലാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആൻഡ് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നമ്മൾ പണ്ട് UAE-യിലെ മിനിസ്റ്റർ പറഞ്ഞത് ഓർക്കുക. ഇവിടെ അയൺ ഫിസ്റ്റ് തന്നെയാണ് വേണ്ടത്. ഇസ്ലാമിക് ടെറർ
ഏത് ടെററായാലും, ഇസ്ലാമിക് ടെററായാലും അതിൻ്റെ മുന്നിൽ പതറരുത്, അതിൻ്റെ മുന്നിൽ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് എടുത്തേ പറ്റുള്ളൂ എന്ന ആ ഒരു വലിയ സന്ദേശം അത് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും ഈ ഒരു ദിവസം നല്ലതാകട്ടെ എന്ന് നേർന്നുകൊണ്ട് ഗുഡ് ബൈ, ജയ് ഹിന്ദ്. Campaign. Dinkahu Akbar, Dinkahu Akbar, La ilaha illa Dinka. Hey.